ബ്രിട്ടീഷ് ആചാര്യ. ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi friends, now we are going to see the meaning of she must have had chicken pox. In our last video what we have seen is the meaning of there must have been a function in this hall. I hope the meaning of that structure is clear. Now you know a sentence can be divided into three parts. The first part is subject or head. The second part is the middle part is verb or heart, and the third one is object or tail. When you think of these three parts, which makes you in trouble? No doubt the middle part. If you know how to play with the middle part, it is very easy to handle the first and the last part. Now we are being confident to use the middle part. That means the verb phrases, right? അതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ കഴിഞ്ഞ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. കാരണം ആ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുമായിട്ട് ബന്ധമുള്ള കാരണം ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ് എന്നതിൻ്റെ അർത്ഥമാണ്. ഈ വാചകത്തിലെ വാക്കുകളെ നോക്കുമ്പോൾ ആദ്യ വാക്കായ ഷീ എളുപ്പമാണ്. അവസാന ഭാഗത്തെ വാക്കായ ചിക്കൻ പോക്സും നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗം മസ്റ്റ് ഹാവ് ഹാഡ് എന്ന ഭാഗമാണ്, ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാവരുടെയും ചിന്ത എങ്ങനെ ഈ ഹാവും ഈ ഹാഡും ഒന്നിച്ച് വരുന്നു എന്നുള്ളതാണ്. പല ട്രെയിനേഴ്സ് പോലും അവരുടെ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഹാവും ഹാഡും ഒന്നിച്ചു വരിക? അവരുടെ മനസ്സിൽ ഹാഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് രൂപമാണ്, ഹാവ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് രൂപമാണ്. എങ്ങനെ പാസ്റ്റും പ്രസൻറ്റും കൂടി ഒന്നിക്കുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഇതൊരു മനോഹരമായ ഘടനയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ഘടനകൾ ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം എത്രമാത്രം വർദ്ധിക്കുന്നുവെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ സൗന്ദര്യം ഇവിടെ ആസ്വദിക്കാൻ പോവുകയാണ്. ആ സൗന്ദര്യം ഇവിടെ നമ്മൾ കാണുവാനായിട്ട് പോകുകയാണ്. സത്യത്തിൽ ഈ സെന്റൻസ് എനിക്ക് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം 5ാമത്തെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ നോക്കുക. ബ്രിട്ടീഷ് ആചാര്യ വീഡിയോ 5 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാമത്തെ വീഡിയോ കാണുവാൻ സാധിക്കും. ഈ 5ാമത്തെ വീഡിയോയിൽ ഹാവ് ഹാഡ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഹാവ് ഹാഡ് എന്താണ് എന്ന് മനസ്സിലാക്കി തരുവാനുള്ള വീഡിയോ ആണ്. ഇനി ഈ വാചകത്തിൽ കൂടുതലുള്ളത് ഏതാണ്? മസ്റ്റ് ആണ്. അത് കഴിഞ്ഞ പാർട്ട്, അതായത് ഈ വീഡിയോയുടെ മുമ്പുള്ള പാർട്ടിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് മസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. 5ാമത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഹാവ് ഹാഡ് എന്താണെന്നറിയാം. അത് കൂട്ടി വായിക്കുമ്പോൾ ഈ വാചകത്തിൻ്റെ അർത്ഥം അവർക്ക് തന്നെ മെനഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ വീഡിയോ മസ്റ്റ് ഹാവ് ഹാഡ് എന്നതിൻ്റെ അർത്ഥം പഠിക്കുവാനുള്ളതായതുകൊണ്ട് ഒന്നുകൂടി ഞാൻ വിവരിക്കുകയാണ്. ഈ ഹാഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹാഡ് 2 തരമുണ്ട്. 2 ഹാഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഒരു ഹാഡ് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഹാഡ്, എന്നാൽ ഒരു ഹാഡ് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയില്ലാത്തൊരു ഹാഡ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാനായിരിക്കാം ആദ്യമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരിക. ഒന്നുകൂടി പറയുന്നു, അതിൽ ഒരു ഹാഡ് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ള ഒരു ഹാഡ്, എന്നാൽ ഒരു ഹാഡ് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയില്ലാത്ത ഒരു ഹാഡ്.
മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ഹാഡിന് ഷീ ഹാഡ്, ഐ ഹാഡ്, വി ഹാഡ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. പക്ഷെ മറ്റു ഹാഡിന് അങ്ങനെ നിൽക്കുവാൻ സാധിക്കില്ല. അങ്ങനെ നിൽക്കുവാൻ കഴിയാത്ത ഹാഡാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹാഡ്. മസ്റ്റ് ഹാവ് ഹാഡിലുള്ള ഹാഡ് ഷീ എന്ന സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയില്ലാത്ത ഹാഡാണ്. ആ ഹാഡിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ക്രിയാകുടുംബത്തിൽ നിന്ന് തന്നെ വേറെ സഹായികൾ വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഹാഡിൻ്റെ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി മസ്റ്റും ഹാവും വന്നിട്ടുണ്ട്. ആ മസ്റ്റും ഹാവും ഹാഡിന് മുൻപുണ്ട്. നിങ്ങളുടെ ഇടതുഭാഗത്തായിട്ടുണ്ട് ഷീ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. ഇപ്പോഴാണ് ആ ഹാഡിൻ്റെ അർത്ഥം പൂർണ്ണമായത്. മിനിമം ഒരു സഹായെങ്കിലും ഇങ്ങനെയുള്ള ഹാഡിന് ആവശ്യമാണ്. ഇവിടെ 2 സഹായി വന്നിട്ടുണ്ട്. ഒരു സഹായി മസ്റ്റ്, രണ്ടാമത്തെ സഹായി ഹാവ്. ഈ ഹാഡിന് ഒരിക്കലും ഷീയോട് ചേർന്ന് നിന്നുകൊണ്ട് വാചകമുണ്ടാക്കുവാൻ കഴിയില്ല. ഒരു കാര്യം നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് ഫോം, തേർഡ് ഫോം. വെർബിന് ഫോമുകൾ പലതുണ്ട്. അതിൽ സെക്കൻഡ് ഫോം, തേർഡ് ഫോം അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പോൾ സെക്കൻഡ് ഫോമായിട്ട് വരുന്നൊരു ഹാഡുണ്ട്, തേർഡ് ഫോമായിട്ട് വരുന്നൊരു ഹാഡുണ്ട്. ഇതിൽ ഇവിടെ വരുന്നത് തേർഡ് ഫോമാണ്. വെർബിൻ്റെ രൂപം തേർഡ് ഫോം ആണെങ്കിൽ അത് ഹാഡ് എന്നല്ല, ഏത് തേർഡ് ഫോം ആണെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക. അതിന് സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയില്ല. അതിന് മുൻപ് അർത്ഥപൂർണതയ്ക്ക് വേണ്ടി വേറെ സഹായികൾ ക്രിയാകുടുംബത്തിൽ നിന്ന് വരേണ്ടതാണ്. 4 തരത്തിൽ തേർഡ് ഫോംസ് വെർബിനുണ്ട്. അതിൽ ഒരു തരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ കാണുന്നത് 2ാമത്തെ തരത്തിലുള്ള തേർഡ് ഫോമാണ്. അടുത്ത വീഡിയോയിൽ 3ാമത്തെ തരം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ വരുന്ന വീഡിയോയിൽ 4ാമത്തെ തരവ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ കാണുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുക. ഈ വീഡിയോയുടെ തൊട്ട് മുൻപുള്ള വീഡിയോ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരസതയുണ്ടാകും. ഒട്ടും അറിയില്ലാത്തവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, 14ാമത്തെ വീഡിയോ കാണുക, 15ാമത്തെ വീഡിയോ കാണുക, 16 കാണുക, 17 കാണുക. അത് സമയമെടുത്ത് കാണുക. ഇപ്പോൾ നമ്മൾ ഒരു ലേഡിയുടെ ഫേസ് യു ക്യാൻ സീ. മുകളിൽ ഒരു വാചകവും കാണാം, ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ഈ മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും ചിക്കൻ പോക്സ് എന്ന വാക്കിന് പ്രസക്തിയുണ്ട്. ചിക്കൻ പോക്സിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മുഖത്ത് കാണാം. ഈ പിക്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിൻ്റെ അർത്ഥമാണ്? മസ്റ്റ് ഹാവ് ഹാഡ് എന്നതിൻ്റെ അർത്ഥമാണ്. ഷീ എന്ന സുപരിചിതമായ വാക്ക്, ചിക്കൻ പോക്സ് എന്ന് പറയുന്ന സുപരിചിതമായ വാക്ക്, അതിൻ്റെ ഇടയിൽ ഈ മസ്റ്റ് ഹാവ് ഹാഡ് എന്താണ് നമ്മൾക്ക് നൽകുന്നത്? ആ മസ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ഹാവിൻ്റെ ധർമ്മം എന്താണ്? ഹാഡിൻ്റെ ധർമ്മം എന്താണ് എന്നാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു യു ഹാഡ് സെക്കൻഡ് ഫോം അല്ല, ഈ ഹാഡ് തേർഡ് ഫോമാണ്. തേർഡ് ഫോം ആയതുകൊണ്ട് അർത്ഥപൂർണതയ്ക്ക് വേണ്ടി വേറെ ഒരു ഹാവ് വന്നിട്ടുണ്ട്, മസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മുഖത്ത് നോക്കുമ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടോ? അതോ ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു? ഏത് രീതിയിലാണ് ഈ പടത്തെ നിങ്ങൾ നോക്കി കാണുന്നത്? ചിക്കൻ പോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. ആ രീതിയിലൊരു പിക്ചറാണ് നൗ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ, റൈറ്റ്? ഉണ്ടായിരുന്നു എന്നും പറയാം, ഉണ്ട് എന്നും പറയാം, അല്ലേ? ഉണ്ടായിരുന്നു, കാരണം അത് ഉണങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം ഹാഡിന് പ്രസക്തിയുണ്ട്, അല്ലേ? കാരണം എന്താ? ചിക്കൻ പോക്സ് ഉള്ള ഒരു പിക്ചറല്ല കാണുന്നത്, മറിച്ച് ചിക്കൻ പോക്സ് കഴിഞ്ഞതിന് ശേഷം എടുത്ത ഒരു ഫോട്ടോയാണ് കാണുന്നത്. ചിക്കൻ പോക്സ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു ഫോട്ടോ ആയതുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പം ഹാഡിന് പ്രസക്തിയുണ്ട്. ഓക്കെ, ഇനി ഹാവിന് പ്രസക്തിയുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? ഇപ്പോഴും ആ കലകൾ അവശേഷിക്കുന്നുണ്ട്. ഈ കലകൾ, ചിക്കൻ പോക്സ് ഉണ്ടായതിൻ്റെ കലകൾ യു ക്യാൻ സീ ഓൺ ദ ഫേസ് നൗ. അപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണ്? ഹാവിനും പ്രസക്തിയുണ്ട്. അപ്പോൾ കഴിഞ്ഞു എന്ന് കാണിക്കാൻ ഹാഡ്, ഉണങ്ങി എന്ന് കാണിക്കാൻ ഹാഡ്. പക്ഷെ എന്നാൽ അതിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റിൽ ഉണ്ട് എന്ന് കാണിക്കാൻ ഹാവ്. ചിക്കൻ പോക്സിന് പെർഫെക്ഷനായി, ചിക്കൻ പോക്സിന് ഒരു പൂർണ്ണതയായി, അത് ഹാഡ് വിളിച്ചു പറയുമ്പോൾ പൂർണ്ണതയായെങ്കിലും അതിൻ്റെ റിസൾട്ട്, അതുണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പ്രസൻറ്റിലുണ്ട് എന്ന് കാണിക്കാനാണ് എന്താ
ഈ ഹാവ് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹാവ് നിൽക്കുന്നത് ആ റിസൾട്ട് കാണിക്കുവാനായി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് തേർഡ് ഫോം ഹാഡ് എന്ന്? തേർഡ് ഫോം ഹാഡ് ആയതുകൊണ്ടാണ് എന്താ ഹാവിന് വരുവാൻ സാധിച്ചത്. തേർഡ് ഫോം ഹാഡ് ആയതുകൊണ്ടാണ് മസ്റ്റിന് വരുവാൻ സാധിച്ചത്. ഇത് സെക്കൻഡ് ഫോം ഹാഡ് ആയിരുന്നെങ്കിൽ ഈ രണ്ട് വാക്കുകൾക്ക് വരുവാൻ കഴിയില്ല. ഷീയോട് നേരിട്ട് ചേർന്ന് നിൽക്കുന്ന ഹാഡായി മാറും ഷീ ഹാഡ് ചിക്കൻ പോക്സ്. ഷീ ഹാഡ് ചിക്കൻ പോക്സ്, നിങ്ങൾക്കറിയാവുന്ന വാചകം, അവൾക്ക് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തേർഡ് ഫോമായ ഹാഡ് ആയതുകൊണ്ട് എന്ത് വേണം? അതിൻ്റെ മുൻപിൽ വേറെ സഹായികൾ വേണം. ആ സഹായികൾ ഹാഡിനോട് കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അർത്ഥം പൂർണ്ണമാക്കുന്നു. തേർഡ് ഫോം ഹാഡിൻ്റെ ഗുണം മനസ്സിലായില്ലേ? അത് പാസ്റ്റ് ആണെങ്കിലും ആ പാസ്റ്റ് പല രീതിയിൽ ആക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? അതിന് തൊട്ട് മുൻപ് ചേർക്കുന്ന വാക്കുകൾ കൂടി ചേർന്ന് പാസ്റ്റ് പല രീതിയിൽ ആക്കി മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അതാണ് സത്യത്തിൽ തേർഡ് ഫോം ഹാഡിൻ്റെ ഗുണം, അല്ലെങ്കിൽ വെർബിൻ്റെ തേർഡ് ഫോംസിൻ്റെ ഗുണം അതാണ്. മറിച്ച് സെക്കൻഡ് ഫോം ആണെങ്കിൽ ഒരു പാസ്റ്റേ ഉള്ളൂ, കഴിഞ്ഞു എന്ന് ഉള്ള പാസ്റ്റാണ് അത് തരിക. എന്നാൽ ഇത് കഴിഞ്ഞെങ്കിലും റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുവാൻ തേർഡ് ഫോം ഹാഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മസ്റ്റ് എന്താണെന്ന് നമ്മൾക്ക് കാണാം. ഓക്കെ, നിങ്ങൾ 5ാമത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അതിൽ പറയുന്നത്. 5ാമത്തെ വീഡിയോയുടെ അവസാനം വേറൊരു വെർബിൻ്റെ തേർഡ് ഫോം പറയുന്നുണ്ട്. ഇനി എന്താണ് മസ്റ്റ് അല്ലേ? എന്താണ് മസ്റ്റ്? മസ്റ്റിൻ്റെ അർത്ഥം ഈ വീഡിയോയുടെ തൊട്ട് മുൻപുള്ള പാർട്ടിൽ നമ്മൾ കണ്ടു, വളരെ വിശദമായിട്ട് കണ്ടു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടുത്തെ അർത്ഥം. ഹാവും അവിടെ തന്നെ കണ്ട അർത്ഥം തന്നെയാണ്. ആ അർത്ഥം തന്നെയാണ് ഹാവ് ഇവിടെ കൊടുക്കുക. റിസൾട്ടിന് വേണ്ടി, പെർഫെക്ഷൻ ആയെങ്കിലും റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഹാവ് കൊടുക്കുക. മസ്റ്റ് ഊഹം അല്ലെങ്കിൽ അനുമാനം, സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അനുമാനിച്ച് പറയുന്ന ഒരു വേർഡാണ് മസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മസ്റ്റ് ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഈ വാചകം ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകുന്നു, നിങ്ങളും നിങ്ങളുടെ ഒറ്റ സുഹൃത്തും കൂടി ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിങ്ങൾ ഇങ്ങനെയൊരു ലേഡിയെ കാണുകയാണ്. മുഖത്ത് ഇങ്ങനെയുള്ള പാടുകളുള്ള ഒരു ലേഡിയെ നിങ്ങൾ കാണുകയാണ്. അവരുടെ ഹസ്ബൻഡും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓപ്പോസിറ്റ് അതിനെതിരെ നിങ്ങൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുമായിട്ടിരുന്ന ആ വെഡ്ഡിങ് ഫംഗ്ഷനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലേഡിയുടെ അറിയാതെ ഈ ലേഡിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഈ പാടുകൾ നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഉറ്റ സുഹൃത്തിനോട് എങ്ങനെയായിരിക്കും പറയുക? ഈ ഒരു വാചകമായിരിക്കും പറയുക, ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. എന്തുകൊണ്ടാണ് മസ്റ്റ് ഉപയോഗിച്ചത്? ഹാഡ് നിങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താ? അത് ഉണങ്ങിയിരിക്കുന്നു, അത് കഴിഞ്ഞിരിക്കുന്നു. ഹാവ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ഇപ്പോഴും റിസൾട്ട് മുഖത്തുണ്ട്. ഇനി നിങ്ങൾ ഉറ്റ സുഹൃത്തിനോട് മസ്റ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ? ആ ലേഡിയെ നിങ്ങൾക്ക് അറിയില്ല. ആ വെഡ്ഡിങ് ഫംഗ്ഷനിലാണ് ആദ്യമായിട്ട് കാണുന്നത്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഹാഡും ഹാവും തന്നു, പക്ഷെ മസ്റ്റ് നിങ്ങൾ ഊഹമാണ്. നിങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഊഹിച്ച് പറയുകയാണ് എന്ത്? ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ഉണ്ടായി കാണും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന് കാണും എന്നർത്ഥമാണ് ഈ വാചകത്തിനുള്ളത്. മലയാളത്തിൽ പറഞ്ഞാലും ഉണ്ടായിരുന്നു എന്ന് പറയുമോ? ഷീ ഹാഡ് ചിക്കൻ പോക്സ് എന്ന് പറയുമോ? സെക്കൻഡ് ഫോം ഉപയോഗിച്ച് പറയുമോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് ഷീ ഹാഡ് ചിക്കൻ പോക്സ് എന്ന് നമ്മൾ പറയില്ല. മറിച്ച് ഈ ഒരു വാചകമായിരിക്കും ഏറ്റവും അവിടെ ഉചിതം. ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ഹാഡ് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഹാവ് ഉണ്ടായതിൻ്റെ റിസൾട്ടിനെ വിളിച്ചു പറയുന്നു. മസ്റ്റ് നിങ്ങൾ ഊഹിച്ച് പറയുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഷീ മസ്റ്റ് ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. ഇനി നമ്മൾക്ക് പല ഘടനകൾ ഇതേപോലെ പഠിക്കുവാൻ സാധിക്കും. വുഡ് ഹാവ് ഹാഡ് പഠിക്കാം, ഷുഡ് ഹാവ് ഹാഡ് പഠിക്കാം, മേ ഹാവ് ഹാഡ്, മൈറ്റ് ഹാവ് ഹാഡ്, ഓട്ട് ടു ഹാവ് ഹാഡ്, അല്ലേ, കുഡ് ഹാവ് ഹാഡ്. അങ്ങനെ പല ഹാവ് ഹാഡുകളെ നമ്മൾക്ക് പഠിക്കുവാൻ സാധിക്കും, ഇല്ലേ? അതൊക്കെ പഠിക്കുമ്പോൾ ഇനി വളരെ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ഹാവ് ഹാഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
അല്ലെങ്കിൽ 5-ാമത്തെ വീഡിയോയിലൂടെ മനസ്സിലായി, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി അത് വ്യക്തമാക്കി തന്നു. ഇനി നമുക്ക് എന്ത് പഠിച്ചാൽ മതി? ഷുഡ് എന്തിനുപയോഗിക്കുന്നു, വുഡ് എന്തിനുപയോഗിക്കുന്നു, കുഡ് എന്തിനുപയോഗിക്കുന്നു, ക്യാൻ എന്തിനുപയോഗിക്കുന്നു, മേ എന്തിനുപയോഗിക്കുന്നു, മൈറ്റ് എന്തിനുപയോഗിക്കുന്നു. അത് എത്ര വാക്കുകളൊക്കെ വരാമെന്നറിയണമെങ്കിൽ 6-ാമത്തെ വീഡിയോ കാണുക. എന്നിട്ട് ഇതേപോലെ അർത്ഥം പഠിക്കുക. നേരിട്ടുള്ള ക്ലാസ്സിലാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ചിരിച്ച് കളിച്ച് അഭിനയിച്ച് പഠിക്കുവാൻ സാധിക്കും. ഒരിക്കലും ഒരു വിരസത അനുഭവപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു. അതിനായി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതാരും കാണില്ല. ഐ വിൽ ഗീവ് യു ദ റിപ്ലൈ. ഓക്കെ. ഇപ്പോൾ ഈ ലേഡി പറയുന്നത് എന്താണ്? ഐ ഹാവ് ഹാഡ് എ ചിക്കൻ പോക്സ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞത് ഷീ മസ്റ്റ് ഹാവ് ഹാഡ് എ ചിക്കൻ പോക്സ്. അത് വ്യക്തമാക്കി തന്നു. ഇനി ഈ ലേഡി പറയുകയാണ് ഐ ഹാവ് ഹാഡ് എ ചിക്കൻ പോക്സ്. എന്തുകൊണ്ടാണ് ഈ വാചകത്തിൽ മസ്റ്റ് ഇല്ലാത്തത്? മസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാരണം ഇത് പറയുന്നത് ആരാണ്? ലേഡി തന്നെയാണ്. ലേഡി തന്നെ പറയുമ്പോൾ മസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കത് ഊഹിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അവർക്കത് ഊഹിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മസ്റ്റ് അവിടെ നിന്ന് പോയത്. ബാക്കിയുള്ള ഹാവ് ഹാഡ് പഴയതുപോലെ ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണങ്ങിയിരിക്കുന്നു, പെർഫെക്ഷൻ ആയിരിക്കുന്നു, അതുകൊണ്ട് ഹാഡ്. എന്നാൽ റിസൾട്ട് അവർക്ക് കണ്ണാടിയിൽ നോക്കിയാൽ കാണാം എന്ത്? അതിൻ്റെ കലകൾ നിൽക്കുന്നത് കാണാം. അതുകൊണ്ട് പൂർണ്ണമായെങ്കിലും കഴിഞ്ഞെങ്കിലും ആ റിസൾട്ട് കൂടി ചേർത്ത് പറയാൻ ഹാവ് കൊടുത്ത് പറയുന്നു. ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ട്. അതാണ് ഉണ്ടായിരുന്നു. പെർഫെക്ഷൻ തേർഡ് ഫോമാണ്. ഒന്നുകൂടി പറയുന്നു, തേർഡ് ഫോമിന് തനിയെ നിൽക്കുവാൻ സാധിക്കില്ല, മറിച്ച് ഒരു സഹായി വന്ന് അർത്ഥപൂർണത കാണിക്കുന്നു. വ്യത്യസ്തമായ പാസ്റ്റുകളെ നമ്മൾക്ക് നൽകുന്ന ഇത് തേർഡ് ഫോമാണ്, സെക്കൻഡ് ഫോം അല്ല. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായ പാസ്റ്റ് തന്നത് തേർഡ് ഫോമായ ഈ ഹാഡാണ്. അത് കഴിഞ്ഞ് ഹാവ് എന്ന് പറഞ്ഞാൽ റിസൾട്ടിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾക്ക് ഈ ലേഡിയോടൊന്ന് ചോദിക്കണം പോയിട്ട്. ചിലപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ലേഡിയുടെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഊഹിച്ച് പറഞ്ഞ ആ വാചകം ശരിയാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാമെന്നാണ് നമ്മൾ കാണാൻ പോവുക. ശ്രദ്ധിക്കുക. ഹാവ് യു ഹാഡ് ചിക്കൻ പോക്സ്? കണ്ടോ? ഹാവ് യു ഹാഡ് ചിക്കൻ പോക്സ്. ഏതൊരു വാചകത്തെയും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ 2-ാമത്തെ വാക്കെടുത്ത് ആദ്യം പറഞ്ഞാൽ മതി. ആദ്യ വാക്കിനെ 2-ാമതാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായി മാറും? അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറും, അല്ലെങ്കിൽ കൺഫർമേഷൻ ക്വസ്റ്റ്യൻ ആയി മാറും. ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഈ ലേഡി ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്തായിരിക്കും പറയുക? യെസ് അല്ലെങ്കിൽ നോ. ഇവിടെ ഹാവ് 2-ാമതാണ്, പക്ഷേ ചോദ്യത്തിൽ ഹാവ് ആദ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ യു ആയി? ലേഡി പറയുമ്പോൾ ഐ ആണ്, അല്ലേ? നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഐ മാറി യു ആയി, ഇല്ലേ? ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, ഉത്തരം എങ്ങനെ പറയാം, എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 18ഉം 19ഉം വീഡിയോകൾ കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ വീഡിയോ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഇവിടെ അർത്ഥം പഠിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അധികം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഹാവ് യു ഹാഡ് ചിക്കൻ പോക്സ്? ഹാവ് യു ഹാഡ് ചിക്കൻ പോക്സ് എന്ത് ചോദിക്കുന്നു നിങ്ങൾ? ഹാവ് യു ഹാഡ് ചിക്കൻ പോക്സ്? അപ്പോൾ അവർ പറയുന്നു യെസ് ഐ ഹാവ് ഹാഡ് ചിക്കൻ പോക്സ്. കണ്ട, ഈ രീതിയിലാണ് നമ്മൾ പറയുക. ഇപ്പോൾ വീണ്ടും ഒരു പിക്ചർ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ഇങ്ങനൊരു ആളെയാണ് ആ ലേഡിക്ക് പകരം നിങ്ങൾ ആ വെഡ്ഡിങ് ഫംഗ്ഷനിൽ കാണുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വാചകം വരിക? മുകളിൽ നിങ്ങൾക്കത് എഴുതാം. എന്തുണ്ടായതിൻ്റെ ലക്ഷണമാണ് മുഖത്തുള്ളത്? ഇവിടെ മുഖത്ത് പാടുകളൊന്നുമില്ല. ചിക്കൻ പോക്സ് എന്ന് പറയാൻ പാടുകളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു പാട് കാണാം. ഇവിടെ ഒരു എന്തിൻ്റെ പാടായിരിക്കാം? ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതായിട്ടാണോ കാണുന്നത്? കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കാം നിങ്ങൾ പറയുക? ചിക്കൻ പോക്സിന് പകരം നമ്മൾ എന്ത് വയ്ക്കുന്നു? ഓപ്പറേഷൻ എന്ന് വയ്ക്കുന്നു. കഴിഞ്ഞു എന്ന് കാണിക്കാൻ ഹാഡ് വയ്ക്കുന്നു, ഇല്ലേ? റിസൾട്ട് ഉണ്ടെന്ന് കാണിക്കാൻ ഹാവ് വയ്ക്കുന്നു. അത് ഊഹിച്ച് പറയാൻ മസ്റ്റ് വയ്ക്കുന്നു. അപ്പോൾ എന്ത് വയ്ക്കുന്നു? ഹി മസ്റ്റ് ഹാവ് ഹാഡ് ആൻ ഓപ്പറേഷൻ. ഉണ്ടോ? പഴയ പോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞു തന്നു മാത്രം. റിയൽ ക്ലാസ്സുകളിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്, പടങ്ങളുണ്ട്. സബ്ജക്റ്റിൻ്റെ ഭാഗമൊക്കെ പഠിപ്പിക്കുവാനായിട്ട് എനിക്ക് കൊതിയാകുകയാണ്. എനിക്ക് എന്താ പറയുക, ത്രില്ലടിച്ചിരിക്കുകയാണ്. ഒബ്ജക്റ്റിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ പഠിപ്പിക്കുവാനായിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ച് പറയുന്നത് കേൾക്കുവാൻ ഇതാണ് ഏറ്റവും നല്ല സിസ്റ്റം, ഇതിലും നല്ലത് വരാനില്ല
ഇനി വരാനുണ്ടെങ്കിൽ അത് സാറിൻ്റെ തന്നെയായിരിക്കും എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിവേ നിങ്ങൾ എന്നെ അറിയിക്കുക, ഇതെങ്ങനെ നിങ്ങൾ ആസ്വദിച്ചു എന്നറിയിക്കുക. ഇതിൽ എന്തെങ്കിലും മാറ്റവും വരുത്തുവാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോകളിൽ എനിക്കത് മാറ്റി നിങ്ങൾക്ക് തരുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിയിക്കുക, നല്ലതെങ്കിൽ നല്ലതെന്ന് പറയുക, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു, ഈ വീഡിയോയുടെ മുമ്പുള്ള പാർട്ടിൽ പറഞ്ഞു, ഈഗോ അരുത്, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുക. അതാണ് നമ്മുടെ വ്യക്തിത്വം എന്നുകൂടി ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? പഴയ പോലെ ഐ ഹാവ് ഹാഡ് എൻ ഓപ്പറേഷൻ. അയാൾക്ക് മസ്റ്റ് ആവശ്യമില്ല, അയാൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് മസ്റ്റ് ആവശ്യമില്ല. ഓക്കെ, ഹാഡ് പൂർണ്ണതയായി ഓപ്പറേഷന്, എന്നാൽ ആ പൂർണ്ണതയായെങ്കിലും കഴിഞ്ഞെങ്കിലും റിസൾട്ട് ഇപ്പോഴും തലയിലുണ്ട് ഒരു പാടായിട്ട്. അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. നമ്മൾ ചോദിക്കുമ്പോൾ ഹാവ് യു ഹാഡ് എൻ ഓപ്പറേഷൻ, അയാൾ എന്ത് പറയും? ഹാവ് യു ഹാഡ് എൻ ഓപ്പറേഷൻ ചോദിച്ചാൽ അയാൾ പറയും യെസ് ഐ ഹാവ് ഹാഡ് എൻ ഓപ്പറേഷൻ. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ആദ്യം അയാൾ എസ് എന്ന് പറയുന്നത്. കൂടുതൽ അറിയണമെങ്കിൽ 18ഉം 19ഉം വീഡിയോ കാണുക. എങ്ങനെ ചോദ്യമുണ്ടാക്കാം, എങ്ങനെ ഉത്തരം പറയാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ. ഓക്കെ, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടാണ്. അതേതാണ് വാചകം? ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ ബീൻ എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അത് ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഒരു സമയം സമ്മാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഹാവ് ഹാഡ് നൈസ് ടൈം. എനിവേ, ഐ ഇൻവൈറ്റ് യു ടു ദ നെക്സ്റ്റ് പാർട്ട്. Don't go anywhere. I hope you will be with me because you are experiencing a beautiful system, a beautiful methodology. With that, you can be fluent, you can write good English, you can be smart, no doubt. Thank you again for being with me. We can meet in our next video, okay? British Acharya, English is my life. English ആകുന്നു എൻ്റെ ജീവിതം.